السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറ യാസീൻ 9-ാം ഭാഗമാണ്. 5 ആയത്തുകളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. 41 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് പരിശോധിക്കുന്നത്. ആദ്യം നമ്മൾക്ക് ആ 5 ആയത്തുകളൊന്ന് ഓതി നോക്കാം. അതിനുശേഷം ഓരോ ആയത്തുകളും പരിശോധിക്കാം. بسم الله الرحمن الرحيم. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. ആദ്യ ആയത്ത് وآية لهم أنا حملنا ذريتهم في الفلك المشحون. ആദ്യം അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. അതിനുശേഷം തജ്വീദ് നിയമങ്ങൾ പരിശോധിക്കാം. വആയത്തുൻ, വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ്. അ തൊണ്ടയുടെ താഴ്ഭാഗം, യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്, ത നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷെ നാവിന്റെ താഴ്ഭാഗം ചെറുതായി മേലെ മുൻപല്ലിന്റെ പള്ളയിലേക്കൊന്ന് ചേർന്നു നിൽക്കും. ലഹും, ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം, മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. അന്ന, അ തൊണ്ടയുടെ താഴ്ഭാഗം, ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹമൽന, ഹ തൊണ്ടയുടെ മധ്യഭാഗം, മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അല്പം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നാണ് ലായും നായും വരുന്നത്, ഒരേ സ്ഥലങ്ങളിൽ നിന്നല്ല. ദുര്യതഹും, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. ദുരി, ഇരി എന്ന് പറയുമ്പോൾ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അവിടെ രി എന്നുച്ചരിക്കുന്ന സമയത്ത് അല്പം നേർപ്പിച്ചുകൊണ്ടാണ്. ഒറ എന്നുച്ചരിക്കുന്ന സമയത്തും ഒറു എന്നുച്ചരിക്കുന്ന സമയത്തും ശബ്ദം കനപ്പിച്ചാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. അതിന് നമ്മൾ തഫ്ഹീം എന്ന് പറയും. രി എന്നുച്ചരിക്കുന്ന സമയത്ത് നമ്മൾ ശബ്ദം അല്പം നേർപ്പിച്ചാണ് ഉച്ചരിക്കുന്നത്. അതിന് നമ്മൾ തർക്കീക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ റ എന്നുച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുമെങ്കിൽ റി എന്നുച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുന്നതല്ല. ദുര്യതഹും, യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ത നമ്മൾ പറഞ്ഞു നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം, മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഫിൽ ഫുൽകിൽ മഷ്ഹൂൻ, ഫി ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഫ നമ്മൾ പറഞ്ഞു നാവിന്റെ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ക നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ഫുൽകിൽ മഷ്ഹൂൻ, ല നമ്മൾ പറഞ്ഞു മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഷ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. മധ്യഭാഗം എന്ന് പറയുമ്പം നാവിന്റെ
മധ്യഭാഗത്തിന്റെ 2 അറ്റങ്ങൾ മേലെ അണ്ണാക്കിൽ സ്പർശിക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെ ഈ ഒരു മധ്യഭാഗം അല്പം കുഴിഞ്ഞു നിൽക്കുകയും അതിലൂടെ കാറ്റ് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അ തൊണ്ടയുടെ മധ്യഭാഗമാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന തജ്വീദ് നിയമങ്ങൾ. വആയതുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയ്യതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. ഇവിടെ ആയ എന്ന് തന്നെ ആയത്തുൻ എന്ന് ഉച്ചരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് തെറ്റായ ഉച്ചാരണമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആയത്തുൻ ലഹും തൻവീനു ശേഷം ലാ വന്നു. അത് ഇദ്ഗാമും ബിലാ ഗുന്നയാണ്, മണിക്കാതെ ചേർത്തോതണം. അപ്പൊ ആയത്തുല്ല. ചില ആളുകൾ ഇങ്ങനെ ആയത്തുല്ല എന്ന് പറയുന്നുണ്ട്. അതല്ല, ആയത്തുല്ല. അവിടെ നൂനുണ്ട് എന്ന് ചെറുതായിട്ടൊന്ന് തോന്നിച്ചുച്ചരിക്കുക. ലഹും അന്ന, നൂന് ഷദ് വന്നു, മണിച്ചുച്ചരിക്കണം. ദുർരിയ്യതഹും ഫിൽ ഫുൽക്കി. അവിടെ പല ആളുകളും ദുർരിയ്യതഹും ഫി എന്ന് പറയാറുണ്ട്. അപ്പൊ അവിടെ മീമ് പൂർത്തിയായി ഉച്ചരിക്കുന്നില്ല. ഇവിടെ 2 അക്ഷരങ്ങളാണ് പ്രശ്നം. സുക്കൂനുള്ള മീമിന് ശേഷം ഫ, ഈ 2 അക്ഷരങ്ങൾ വരുമ്പം ഈ 2 അക്ഷരങ്ങളും ചുണ്ടുമായി ബന്ധപ്പെട്ട അക്ഷരങ്ങളാണ്. അതുകൊണ്ട് തന്നെ 2 ചുണ്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ സുക്കൂനുള്ള മീമിന് ശേഷം ഈ 2 അക്ഷരങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് വരുന്ന സമയത്ത് അലൈഹിം, അത് മീമ് പൂർത്തിയാക്കി ഉച്ചരിച്ചിട്ട് തന്നെ അലൈഹിം വലദ്ദാലീൻ, അവിടെയൊക്കെ കൃത്യമായി തന്നെ നമ്മൾ ഉച്ചരിക്കണം. അതേപോലെ തന്നെ ഇവിടെ ദുർരിയ്യതഹും ഫി, അപ്പൊ മീമ് പൂർത്തിയായി ഉച്ചരിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം, ഉച്ചരിക്കുക. ദുർരിയ്യതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون. وخلقنا, ചുണ്ട് വൃത്താകൃതിയിലാണ്. തൊണ്ടയുടെ മുകൾ ഭാഗമാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ലഹും, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. തൊണ്ടയുടെ താഴ്ഭാഗം. 2 ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. മിസ്ലിഹി, 2 ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗമാണ്. ഒന്ന് നാവ് പരത്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചൊന്ന് ബലം കൊടുത്തിട്ടായിരിക്കും എന്ന് ഉച്ചരിക്കുന്നത്. മിസ്ലിഹി, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തൊണ്ടയുടെ താഴ്ഭാഗമാണ്. മാ യർകബൂൻ, 2 ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. 2 ചുണ്ടിൽ നിന്നാണ്. മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും ചേർന്ന് നിൽക്കും. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന തജ്വീദ് നിയമങ്ങൾ. വഖലഖനാ ലഹും, ഇവിടെ ലേ എന്നുച്ചരിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരിക്കലും ഉച്ചരിക്കാൻ പാടില്ല. ലഹും എന്ന് തന്നെ ഉച്ചരിക്കുക. വഖലഖനാ ലഹും. ലഹുമ്മിൻ, സുക്കൂനുള്ള മീമിന് ശേഷം വന്നു. തീർച്ചയായും നിർബന്ധമായും മണിച്ചുച്ചരിക്കണം. ലഹുമ്മിൻ. ഇനി ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം വന്നു. അവിടെയും ഇദ്ഗാമും ബിഗുന്നയാണ്. നൂനിന് ശേഷമുള്ള മീമിലേക്ക് നമ്മൾ ചേർത്തുച്ചരിക്കും. അതോടൊപ്പം നമ്മൾ മണിക്കുകയും വേണം. വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ. ഇവിടെയും യർകബൂൻ എന്നുച്ചരിച്ചു പോകാനുള്ള ഒരു പ്രവണത കാണിക്കും. അതും ശ്രദ്ധിച്ച് തന്നെ എന്ന് തന്നെ ഉച്ചരിക്കാൻ സഗൗരവം ഒന്ന് ശ്രദ്ധിക്കുക. وَخَلَقْنَا لَهُم مِّن مِّثْلِهِ مَا يَرْكَبُونَ وَإِن نَّشَأْ نُغْرِقْهُمْ فَلَا صَرِيخَ لَهُمْ وَلَا هُمْ يُنقَذُونَ.
ആദ്യം അക്ഷരങ്ങൾ പരിശോധിക്കാം. വ ഇൻ, വ ചുണ്ട് വൃത്താകൃതിയിലാണ്. അ തൊണ്ടയുടെ താഴ്ഭാഗം. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ന നമ്മൾ പറഞ്ഞു. ഷ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. അ തൊണ്ടയുടെ താഴ്ഭാഗം. നുഗ്രിഖുഹും, ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഗ തൊണ്ടയുടെ മുകൾ ഭാഗമാണ്. അത് ഗ ങ എന്നുള്ള ഉച്ചാരണം ഒന്നുമല്ല, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉച്ചാരണമാണ്. നുഗ് ഗ എന്ന് തന്നെ ഉച്ചരിക്കണം. ഗ ങ എന്ന് ആയി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രി രി എന്ന് പറയുമ്പം അത് തർക്കീക്കാണ്. റാഇന്റെ നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. റി എന്നുച്ചരിക്കുന്ന സമയത്ത് നമ്മൾ ശബ്ദം അല്പം നേർപ്പിച്ചാണ് ഉച്ചരിക്കുന്നത്. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നുഗ്രിഖുഹും, ഖ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ഹ തൊണ്ടയുടെ താഴ്ഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഫലാ സ്വരീഖ ലഹും, ഫല ഫ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിലാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. സ്വ സ്വ എന്നുള്ള ഉച്ചാരണം നാവിന്റെ കൂർത്ത അറ്റത്തിന്റെ മുകൾ ഭാഗം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ പിന്നിലായിട്ടും നാവിന്റെ ആ ഒരു മുകൾ ഭാഗം മുകളിലേക്ക് ഉയരും. പക്ഷേ ജ എന്നൊക്കെ ഉച്ചരിക്കുന്നത് പോലെ മുകളിൽ സ്പർശിക്കില്ല, അതിന്റെ തൊട്ട് താഴെ സ്ഥാനത്ത് നിൽക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നത്. സ്വരീഹ, റ റായുടെ തർക്കീക്കാണ്. അവന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അത് നമ്മൾ അല്പം നേർപ്പിച്ച് റ റു എന്ന് പറയുമ്പോൾ നമ്മൾ ശബ്ദം കനപ്പിച്ചാണ് ഉച്ചരിക്കുക. പക്ഷെ റി എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അല്പം നേർപ്പിച്ചാണ് ഉച്ചരിക്കുന്നത്. റ റു എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരും. അതേ സമയത്ത് രി എന്നുച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരുന്നതല്ല. ഫലാസരി ഹ, ഹ തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നാണ്. ലഹും, ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ആ തൊണ്ടയുടെ താഴ്ഭാഗം. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. വലാഹും, വ ചുണ്ട് വൃത്താകൃതിയിലാണ്. ല നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. വലാഹും, ഹ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. യുൻഖിദൂൻ, യ നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. അ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. ര നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്താണ്. ന നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന തജ്വീദ് നിയമങ്ങൾ: വ ഇൻ നശഅ നുഗ്രിഖുഹും ഫലാ സ്വരീഖ ലഹും വലാ ഹും യുൻഖദൂൻ. വ ഇൻ നശഅ. അപ്പൊ ഇവിടെ വ ഇൻ സുക്കൂനുള്ള നൂനിന് ശേഷം ന വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ്. ആ നൂനിന് ശേഷമുള്ള നൂനിലേക്ക് ചേർത്തുച്ചരിക്കും. അതോടൊപ്പം നമ്മൾ മണിക്കുകയും വേണം. വ ഇൻ നശഅ. ഇവിടെ വ ഇൻ നശഅ എന്നായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തെറ്റാണ്. വ ഇൻ ന എന്ന് തന്നെ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. വ ഇൻ നശഅ നുഗ്രിഖുഹും, വ ഇൻ നശഅ നുഗ്രിഖുഹും, വ ഇൻ നശഅ നുഗ്രിഖുഹും, വ ഇൻ നശഅ നുഗ്രിഖുഹും. അവിടെ ചില ആളുകളൊക്കെ ഈ ഹംസ് ഉച്ചരിക്കാതെ വരും. ഹംസ് ഉച്ചരിക്കാൻ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ആ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് വരണം. അത് പ്രത്യേകിച്ച് സുക്കൂനാകുമ്പോൾ പല ആളുകളും ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കാറുണ്ട്. അല്ലാതെ വ ഇൻ നശഅ നുഗ്രിഖുഹും അവിടെ ആ ഉച്ചരിക്കാതെ പോകരുത്. വ ഇൻ നശഅ നുഗ്രിഖുഹും, വ ഇൻ നശഅ നുഗ്രിഖുഹും, നുഗ്രിഖുഹും. ഇവിടെ ഖ, ഖ, ത്വ, ബ, ജ, ദ ഈ 4 അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നാൽ നമ്മൾ അതൊന്ന് പൂർത്തീകരിച്ച് ഉച്ചരിക്കണം. നുഗ്രിഖുഹും എന്ന് പറയരുത്. നുഗ്രിഖുഹും. ഫലാ സ്വരീഖ ലഹും. ഇവിടെയും സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നു. നുഗ്രിഖുഹും ഫല, നുഗ്രിഖുഹും ഫല, നുഗ്രിഖുഹും ഫല. അപ്പം മീമ് പൂർത്തിയാക്കി ഉച്ചരിച്ചിട്ട് ഫ ഉച്ചരിക്കും. നുഗ്രിഖുഹും ഫലാ സ്വരീഖ ലഹും. ഇവിടെയും ഫല സ്വേ എന്നുച്ചരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അത് തെറ്റാണ്. ഫലാ സ്വരീഖ ലഹും വലാഹും. ഇവിടെയും ഇതാ സുക്കൂനുള്ള മീമിന് ശേഷം വാ വന്നു. അപ്പൊ സ്വരീഖ ലഹും,
സ്വരീഖ ലഹും വ എന്ന് പറയുമ്പോൾ അവിടെയുള്ള പ്രശ്നം മീമും പൂർത്തിയാകുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, അവിടെ ഒരു അക്ഷരം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന് പകരം ഫലാ സ്വരീഖ ലഹും വ അപ്പൊ മീമ് പൂർത്തിയാക്കി ഉച്ചരിച്ചതിന് ശേഷം മാത്രം വ ഉച്ചരിക്കുക. ലഹും വലഹും യുൻഖദൂൻ. സുക്കൂനുള്ള നൂനിന് ശേഷം ഖാ വന്നു, അത് ഇഖ്ഫ ആണ്. നൂനിനെ നമ്മൾ അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് മണിക്കും. വലഹും യുൻഖദൂൻ എന്ന് പറയാതെ യുൻഖദൂൻ. അടുത്ത ആയത്ത് ഇല്ലാ റഹ്മതം മിന്നാ വമതാഅൻ ഇലാ ഹീൻ. ഇല്ല, തൊണ്ടയുടെ താഴ്ഭാഗം, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തൊണ്ടയുടെ മധ്യഭാഗം. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. റഹ്മത്തിൻ, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ചുണ്ട് വൃത്താകൃതിയിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഇലാഹീൻ, തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. തൊണ്ടയുടെ മധ്യഭാഗമാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന തജ്വീദ് നിയമങ്ങൾ: ഇല്ലാ റഹ്മതം മിൻ, തൻവീന് ശേഷം മാ വന്നു, ഇദ്ഗാമും ബിഗുന്നയാണ്. തൻവീനിന് ശേഷമുള്ള മീമിലേക്ക് ചേർത്ത് വായിക്കും, അതോടൊപ്പം മണിച്ചുച്ചരിക്കുകയും വേണം. റഹ്മതം മിൻ, റഹ്മത്തൻ മിൻ എന്നാണ്. ശരിക്കും നമ്മൾ റഹ്മതൻ മിൻ എന്നാണ്. അപ്പൊ ഈ നൂനിന് തെൻവീനിന്, അഥവാ തെൻവീൻ എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിലുള്ള നൂനാണ്, ശേഷമുള്ള മീമിലേക്ക് ചേർത്തു. അപ്പൊ എങ്ങനെയാ വരുന്നത്? റഹ്മതം മിൻ. അപ്പൊ മണിക്കുക കൂടി വേണം. റഹ്മതം മിന്ന, നൂനിന് ശബ്ദം വന്നു, മണിച്ചുച്ചരിക്കണം. വമതാഅൻ ഇലാ ഹീൻ, തൻവീനു ശേഷം ഹംസ് വന്നു, വ്യക്തമായി ഉച്ചരിക്കണം. ഇൽഹാർ എന്നാണ് പറയുന്നത്. ഇല്ലാ റഹ്മതം മിന്നാ വമതാഅൻ ഇലാ ഹീൻ. അവസാന ആയത്ത് وَإِذَا قِيلَ لَهُمُ اتَّقُوا مَا بَيْنَ أَيْدِيكُمْ وَمَا خَلْفَكُمْ لَعَلَّكُمْ تُرْحَمُونَ. അക്ഷരങ്ങൾ നോക്കാം. ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ടാണ് ഉച്ചരിക്കുന്നത്. തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ലഹും, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. തൊണ്ടയുടെ താഴ്ഭാഗം. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ഇത്തഖു, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. മാ ബൈന, രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ബൈന, രണ്ട് ചുണ്ടുമാണ്. മേലെ ചുണ്ട് അല്പം പുറത്തേക്കും താഴെ ചുണ്ട് അല്പം ഉള്ളിലേക്കും കയറി നിൽക്കും. നാവിന്റെ മധ്യഭാഗവും മേലെ അണ്ണാക്കുമാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിൽ. ഐദീക്കും, തൊണ്ടയുടെ താഴ്ഭാഗം. നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. ചുണ്ട് വൃത്താകൃതിയിൽ. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. തൊണ്ടയുടെ മുകൾ ഭാഗം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. വലഅല്ലക്കും, ചുണ്ട് വൃത്താകൃതിയിലാണ്. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ലഅല്ലക്കും, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിലാണ്. രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. വലഅല്ലക്കും നമ്മൾ പറഞ്ഞു. തുർഹമൂൻ, നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്.
റ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ്. മ രണ്ട് ചുണ്ടും തുല്യമായി അടച്ചു വെക്കണം. നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മോണയിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന തജ്വീദ് നിയമങ്ങൾ വഇദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന ഐദീകും ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വാ വന്നു. അത് വ്യക്തമായി ഉച്ചരിക്കണം. പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു ഉച്ചാരണമാണ്. ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. ഇവിടെ വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനില്ല. വഇദാ ഖീല ലഹും, ഇവിടെ ഖീല ലഹും എന്ന് ഉച്ചരിച്ചു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വഇദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന, അവിടെയും മാ ബൈന എന്ന് പറയുമ്പം ചിലപ്പോൾ ഒന്ന് ചെരിഞ്ഞു പോവാം. മാ ബൈന എന്നൊക്കെ പറയും. അതൊക്കെ തെറ്റാണ്. മാ ബൈന എന്ന് തന്നെ. മാ ബൈന ഐദീകും, അവിടെയും ഐദീകും വമാ ഖൽഫകും ഇവിടെയും വമാ ഖേ എന്നൊക്കെ ആയി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ഉച്ചരിക്കുക. നമ്മൾക്ക് 5 ആയത്തുകൾ ഒന്നുകൂടി ഓതിയിട്ട് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. ഇൻഷാ അല്ലാഹ് അടുത്ത 5 ആയത്തുകൾ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. കൃത്യമായ രീതിയിൽ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് പാരായണം ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.